ആദ്യം പറയുന്നത്, ഒരിക്കലും ഒരു ഭക്തന് മൂങ്ങയുടെ ഗുണമുണ്ടാവരുത്. എന്താ മൂങ്ങയുടെ ഗുണം എന്ന് പറയുക? നമുക്കറിയാം, മൂങ്ങ രാത്രി സഞ്ചാരി അല്ലേ? ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്? മൂങ്ങ. ഒരിക്കലും ഒരു ഭക്തൻ ഇരുട്ടിലല്ല ജീവിക്കേണ്ടത്. ഭക്തൻ ജീവിക്കേണ്ടത് എവിടെയാ? വെളിച്ചത്തിലാണ് ജീവിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം കൂടെ ഇവിടെ സൂചിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. മോനെ കുഞ്ഞെ, നിന്റെ ദേഹം പൊള്ളല്ലോ. ഒരു കഥാപാത്രം, അത് ഗാന്ധാരി ദേവി. അറിയാമല്ലോ, മഹാഭാരതത്തിലെ ഏറ്റവും മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ആര്? ഗാന്ധാരി ദേവി. ഗാന്ധാരി ദേവി എന്താ ചെയ്തതെന്നറിയാം? വിവാഹം കഴിഞ്ഞ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് അന്തഃപുരത്തിൽ ചെന്നപ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ല. തൻ്റെ ഭർത്താവിന് കണ്ണ് കാണാത്തതുകൊണ്ടെങ്കിൽ എനിക്കും കണ്ണ് കാഴ്ച വേണ്ടാന്നും പറഞ്ഞ് ഈ സ്ത്രീ എന്ത് ചെയ്തു? കണ്ണ് മൂടിക്കെട്ട് ജീവിച്ചു. കണ്ണ് മൂടിക്കെട്ട് ജീവിച്ചതിൻ്റെ ഫലം എന്തുണ്ടായി? കണ്ണ് കാണാത്ത ഭർത്താവിന് കണ്ണുകളായി ജീവിക്കേണ്ടവളായിരുന്നു ആര്? ഗാന്ധാരി അല്ലേ? കണ്ണില്ലാത്ത ഭർത്താവിന് കണ്ണുകളായി ജീവിക്കേണ്ട ഗാന്ധാരി കണ്ണടച്ചു. അതുകൊണ്ട് 100 മക്കളും വഴിപഴച്ചു പോയി. പിന്നീട് ഗാന്ധാരിക്ക് ഈ കണ്ണിന്റെ കെട്ട് അഴിക്കേണ്ടി വന്നത് എപ്പോഴാ? ചേതനയറ്റ് കിടക്കുന്ന മക്കളുടെ ശവശരീരം കാണാൻ വേണ്ടിയിട്ടാ. മക്കളെ നേരാം വണ്ണം ചൊല്ലും ചെല്ലും കൊടുത്ത് വളർത്താതെ മക്കള് മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിട്ട് ആ ശാപം കൊടുക്കുന്ന ആർക്കാ? വാസുദേവനാ കൊടുക്കുന്നത്. വാസുദേവൻ അതിൽ എന്തെങ്കിലും ചെയ്തോ? ബുദ്ധിയുള്ള അമ്മയായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യണമായിരുന്നു? മക്കളെ നേരാം വണ്ണം വളർത്തണമായിരുന്നു. അത് വളർത്താതെ ഇരുന്നിട്ട് ശാപമാർക്ക്? കൃഷ്ണന് ശാപം. എന്നാൽ ഇതേ ഗാന്ധാരിയെ തന്നെ മഹതിയായിട്ട് മഹാഭാരതം വാഴിക്കുന്നുണ്ട്. എങ്ങനെ? അവിടെയും കാണാം. അതാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരും പൂർണ്ണരല്ല, എല്ലാവരിലും നന്മയുമുണ്ട് തിന്മയുണ്ടെന്ന് പറയുന്നതും അതില്ല. മഹാഭാരത യുദ്ധം സമാഗതമായി. ദുര്യോധനൻ അനുവാദം വാങ്ങിക്കാനായിട്ട്, അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ആരുടെ അടുത്ത് പോയി? ഗാന്ധാരി അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ പാദത്തിൽ ചെന്ന് തൊട്ട് നമസ്കാരം ചെയ്തു പറഞ്ഞു, അമ്മയെ മഹാഭാരതം തുടങ്ങുകയാണ്, അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആ അമ്മ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, യഥോധർമ്മ സ്ഥതോജയ. എന്തെന്നാ പറഞ്ഞേ? യഥോധർമ്മ സ്ഥതോജയ. എൻ്റെ മോനെ, നീ ജയിച്ചു വരാനും നല്ല പറഞ്ഞു. എന്താ പറഞ്ഞേ? എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാവട്ടെ. അതുകൊണ്ടാണ് മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ നാമം ജയം എന്ന് വിളിക്കുക. ഭാഗവതം വായിക്കുമ്പോൾ വായിച്ചില്ലേ? നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ജയമുദീരയേത്. മഹാഭാരതം അവസാനിക്കുന്നിടത്തു നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്, ഭാഗവതം അവസാനിക്കുന്നിടത്തു നിന്ന് ദേവി ഭാഗവതം. അപ്പോൾ ഇരുട്ടിൽ ജീവിക്കരുത്, അന്ധതയിൽ ജീവിക്കരുത്, കണ്ണുകൾ തുറന്നു പിടിക്കുക, കാലാനുസൃതത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, ബൃഹത്തായ വീക്ഷണം ഉണ്ടാവട്ടെ, ബൃഹത്തായ ചിന്തയുണ്ടാവട്ടെ. ഇവർക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തത് ചെന്നായ. കേട്ടിട്ടില്ലേ ചെന്നായ? ചെന്നായയുടെ സ്വഭാവം ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മൾ ശകലം കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ അമ്മയും അച്ഛനും മുത്തനും മുത്തിയൊക്കെ നമുക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ലേ? അതിൽ മുട്ടനാടിൻ്റെയും കഥ പറഞ്ഞു തന്നിട്ടില്ലേ? നമ്മൾ ഹിന്ദുക്കളുടെ പ്രായോഗിക തലവാത്. പറഞ്ഞാൽ മനസ്സിലായോ? മുട്ടനോടും കുട്ടനോടും വന്നിട്ട് ചെന്നായ പറയും, നിങ്ങളിൽ ആരാ നല്ലതെന്ന്, അതിലാരാ പ്രഗത്ഭനെന്ന്. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നറിയോ? തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. ചോര അവിടെ വീഴും. ചെന്നായിക്ക് എന്ത് മതി? ചോര മതി. പറഞ്ഞേ മനസ്സിലായോ? അമ്മക്ക് അങ്ങനെ, നമുക്ക് ഒന്നും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലേ. ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ, ഞങ്ങൾ 10-20 കൊല്ലമായിട്ട് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളിങ്ങനെയൊക്കെ പോകും.